CUET ട്യൂട്ടോറിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUETയുടെ ആപ്ലിക്കേഷന് വേണ്ടി എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത്, അല്ലെ എന്തൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് CUET 2025 അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് സി 2024 വെച്ച് നോക്കുമ്പോൾ 2025 കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. എന്നാൽ ഏതൊക്കെയാണെന്നുള്ളത് കളക്ട് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാകേണ്ട വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. നമുക്ക് ഓർത്ത് വെക്കണം, നമ്മളൊരു സംഭവത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ ഡെഡ് ലൈൻസ് എപ്പോഴും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡെഡ് ലൈൻസ് മനസ്സിൽ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ട് തന്നെ വേണം നമ്മൾ നമ്മളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡേറ്റ് ആണ് മാർച്ച് 1ഉം മാർച്ച് 22ഉം. മാർച്ച് 1 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി. ആൻഡ് റിമെമ്പർ ദാറ്റ് CUET ഓൺലൈൻ കൂടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഹാർഡ് കോപ്പി എടുത്തോ അയച്ചു കൊടുക്കുകയോ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ലോഗിൻ ചെയ്ത് ഓൺലൈനാണ് നമ്മൾ CUET അപ്ലൈ ചെയ്യുന്നത്. സോ മാർച്ച് 1 മുതൽ മാർച്ച് 22 രാത്രി 11:50 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നും പറഞ്ഞ് നിങ്ങൾ ആരും ഈ സമയത്തിലേക്ക് നോക്കിയിരിക്കല്. ദാറ്റ് വിൽ ബി റിയലി ഡിഫിക്കൽട്ട്. കാരണം 22 ആകുമ്പോഴത്തേക്ക് വെബ്സൈറ്റ് വേണമെങ്കിൽ ഒന്ന് ഹാങ് ആയി തുടങ്ങാം. ദെൻ ആപ്ലിക്കേഷൻ വിൽ ബി റിയലി ഡിഫിക്കൽട്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതിനുശേഷമോ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തു, എന്നാൽ ഫീസ് അടയ്ക്കാൻ നമ്മളൊന്ന് വൈകിപ്പോയെങ്കിൽ അതിനും ഒരു ചെറിയ സാധ്യതയുണ്ട്. നമുക്ക് ഓൺലൈനിൽ കൂടി ഫീസ് അടയ്ക്കാൻ വി ഹാവ് ടൈം ടിൽ മാർച്ച് 23. ഒരു ദിവസം കൂടി ഉണ്ട്. ആ ഒരു ദിവസം രാത്രി 11:50 മുമ്പ് നമ്മൾ ഫീ പേയ്മെൻറ്റ്, ചിലർക്ക് വേണമെങ്കിൽ ഫീ ഒന്ന് മുടങ്ങിയിട്ടുണ്ടായിരിക്കാം, ട്രാൻസാക്ഷൻ ഫെയിലായോ ഹാങ് ആയോ ഒക്കെ നിൽക്കുന്നവർക്ക് ഒരു ദിവസം കൂടി സമയമുണ്ട് ഒന്ന് സെറ്റാക്കി വീണ്ടും ഫീ പേ ചെയ്യാൻ. അതിനുശേഷമോ കറക്ഷൻ. എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഫൈനലായിട്ടുള്ളതിനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് 2 or 3 ആൾക്കാരെ കൊണ്ട് നമ്മൾ ക്രോസ് വെരിഫൈ നോക്കുന്നത് വളരെ നല്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഡേറ്റ് മിസ്റ്റേക്കോ നമ്പറിലോ ആപ്ലിക്കേഷൻ ഫോമിലെ സർട്ടിഫിക്കറ്റ് നമ്പറോ ഏതിലേലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാം. സോ അങ്ങനെയുള്ളൊരു കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 24 തൊട്ട് 26 മാർച്ച് വരെ ഒരു 2 ദിവസം കൂടി നമുക്ക് സമയമുണ്ട് എന്ത് ചെയ്യാൻ, അതിനെ ഒന്ന് കറക്ഷൻ ചെയ്യാൻ. സോ അത് കഴിഞ്ഞാലല്ല അതിന് മുമ്പ് തന്നെ യു ഹാവ് ടു സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഫോർ ദി എക്സാം. ഇഫ് പോസിബിൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ബോർഡിൻ്റെ കൂടെയോ ബോർഡ് കഴിയുമ്പോൾ തന്നെ വ്യക്തമായ ഓറിയൻറ്റേഷനും വ്യക്തമായ സപ്പോർട്ടും കൂടി നിങ്ങൾ ക്രാഷിനോ അല്ലെങ്കിൽ നിങ്ങൾ CUETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകണം. കാരണം ദ എക്സാം വിൽ ബി ഫ്രം May 8. ടെൻറ്ററ്റീവ് ഡേറ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്നാണ് പറയുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് തന്നെ ആയിരിക്കും ഡേറ്റ്. സോ മാർച്ച് 8 മുതൽ ജൂൺ 1 വരെ. കാരണം നമുക്ക് കുറേ സബ്ജക്ട്സ് ഉണ്ട്. നമുക്ക് ലാംഗ്വേജ് പേപ്പേഴ്സ്, ഡൊമൈൻ പേപ്പേഴ്സ്, അതേപോലെ ജനറൽ ടെസ്റ്റും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് പല ദിവസങ്ങളിൽ CBT മോഡൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡലിൽ പരീക്ഷ നടക്കുന്ന കാരണം നമുക്ക് 8 മെയ് തൊട്ട് 1 ജൂൺ വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്, ഈ CUET എക്സാം നടക്കുന്നത്. സോ ഈ ഡേറ്റ് വ്യക്തമായിട്ട് നമുക്ക് ധാരണ വേണം. ബിക്കോസ് ഇതിനുള്ളിലായിരിക്കണം നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വി ഹാവ് ടു ഫോക്കസ് വെൻ വി അപ്ലൈ ഫോർ CUET. ഇനി എന്തൊക്കെ തരം ഡോക്യുമെൻസും കാര്യങ്ങളും നമുക്ക് കയ്യിൽ വേണമെന്നുള്ളതാണ് അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വാട്ട് വി നീഡ് ഈസ് അവർ നെയിം. നെയിം വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് വ്യക്തമായിട്ടുള്ള ഒരു ഇമെയിൽ ID-യും ഒരു വർക്കബിൾ മൊബൈൽ നമ്പറും വേണം. പലരും വർക്ക് ചെയ്യാത്ത ഇമെയിൽ ID-യും എന്നാൽ പഴയ ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുന്ന സ്ഥിതികൾ ഞങ്ങൾ 2024 ഫേസ് ചെയ്തിരുന്നു. സോ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. വ്യക്തമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റോറേജ് ഒന്നും തീരാത്തതുമായിട്ടുള്ള ഒരു ഇമെയിൽ ID-യും വ്യക്തമായി വർക്ക് ചെയ്യുന്ന, കാരണം CUETയുടെ മിക്ക നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് മൊബൈൽ കൂടി മെസ്സേജ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ഇൻ്റർനെറ്റ് മൊബൈൽ കണക്ടിവിറ്റിയും എല്ലാം ഉള്ള ഒരു ഇമെയിൽ ID-യും മൊബൈൽ നമ്പറും നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി സെറ്റാക്കി വെക്കണം. അതേപോലെ തന്നെ അഡ്രസ്സ്, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാനുള്ള കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പെർമനൻ്റ് അഡ്രസ്സും നിങ്ങൾ സെറ്റാക്കണം. ഓക്കെ,
സോ അതെല്ലാം എല്ലാത്തിനും അപ്ലൈ ചെയ്യുന്ന CUET-ക്കും അത് ബാധകമാണ്. അതിനുശേഷം കംസ് ദ കാറ്റഗറി. നിങ്ങൾ ജനറൽ ആണോ, OBC ആണോ, SC/ST ആണോ, ഏതാണെങ്കിലും ആ കാറ്റഗറി സെറ്റാക്കി വെക്കണം. ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ. അതേപോലെ ഈ പ്രാവശ്യം CUET പ്രത്യേകമായി ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സാധനമാണ് PW. അതായത് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റും നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ഓക്കെ, ആ ഡോക്യുമെൻറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. CUET-ൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത് 3 ഡോക്യുമെൻ്റ് ആണ്. അതിലൊരെണ്ണമാണ് PWBD-യുടെ സർട്ടിഫിക്കറ്റും കൂടെ നമ്മുടെ ഫോട്ടോഗ്രാഫും അതേപോലെ നമ്മുടെ സിഗ്നേച്ചറും. ബാക്കിയുള്ള സംഭവത്തിൻ്റെയൊക്കെ നമുക്ക് ആസ് ഓഫ് നൗ എന്താണ്, ഇപ്പോൾ നമുക്ക് അതിൻ്റെ നമ്പർ ഉണ്ടെങ്കിലും കാര്യം നടക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വേണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് 10-ലുള്ള മാർക്കുകൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ആ സ്കൂളിലെ ബോർഡ് ഏതാണ്, ഏതൊക്കെ സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചു എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും. സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് 10th +2 നിങ്ങൾ അപ്പിയറിംഗ് ആയതുകൊണ്ട് അപ്പിയറിംഗ് എന്ന് കൊടുക്കാം. അതല്ല നിങ്ങൾ +2 കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് ഈ വർഷം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ +2-ലുള്ള മാർക്കും നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് വേണം, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. ദെൻ ചോയ്സ് ഓഫ് എക്സാം സിറ്റീസ്. കേരളത്തിൽ തന്നെ ഈ പ്രാവശ്യം മോർ ദാൻ 15 സെൻറ്റേഴ്സിൽ നമുക്ക് CUET പോയി എഴുതാം. ദാറ്റ് മേക്സ് കുറച്ചും കൂടി എളുപ്പമായി. ഒത്തിരി ദൂരെ, പണ്ടൊക്കെ CUET വരുന്നതിന് മുമ്പ് നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പരീക്ഷണെ പലപ്പോഴും അവരുടെ സെൻറ്ററിൽ പോകേണ്ടി വരുമായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ സിറ്റീസ് ഉണ്ട്, അവിടെ നമുക്ക് എഴുതാം. ദെൻ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് ഫോട്ടോഗ്രാഫ് ആസ് വെൽ ആസ് സിഗ്നേച്ചർ. അതിന് വ്യക്തമായ ക്രൈറ്റീരിയയും സൈസും അവർ പറഞ്ഞിട്ടുണ്ട്. അതിനെ വ്യക്തമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയും വേണം. ഫോട്ടോഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത, ഫോട്ടോഗ്രാഫിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നമുക്ക് പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആകാം, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആകാം, അതൊന്നും പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. ചെവി വ്യക്തമായിട്ട് കാണാൻ പറ്റണം. ഓക്കെ, ഏകദേശം മോർ ദാൻ 70% നമ്മുടെ മുഖം തന്നെ ആ ഫോട്ടോയിൽ കാണണം. സോ ദാറ്റ് വ്യക്തമായിട്ട് അതിനകത്ത് ഇത് അപ്ലോഡ് ആകണം. ഓക്കെ, ബ്ലേർഡായിട്ടോ ക്ലാരിറ്റി കുറഞ്ഞതായ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യല്. കാരണം ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമേ നമുക്ക് CUET കൊടുക്കാൻ പറ്റൂ. സോ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വി ഡു നോട്ട് ഹാവ് എനി ചാൻസ് ടു അപ്ലൈ എഗെയിൻ. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. ദെൻ വ്യക്തമായിട്ട് ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പം, സിഗ്നേച്ചേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ it should be renamed with the first 2 letters of your name. ഓക്കെ, നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം വെച്ച് റീനെയിം ചെയ്തിടണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒന്ന് കരുതി ഒന്ന് എഴുതിയൊക്കെ വെച്ചതിന് ശേഷം, കാരണം അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ, നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എൻ്റർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും ഇതൊക്കെ എടുത്തുകൊണ്ട് വരാൻ. സോ അതെല്ലാം എടുത്ത് വെച്ച് സെറ്റായതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല കാര്യം. ഓക്കെ, അതിനുശേഷം ദെൻ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ കാറ്റഗറി ജനറൽ ആണോ, OBC ആണോ, EWS ആണോ, SC/ST ആണോ. സോ അതാരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ EWS ഇപ്പോൾ കളക്ട്രേറ്റിൽ നിന്നാണെങ്കിൽ കളക്ട്രേറ്റ്. ഓക്കെ, ഇപ്പം അതേപോലെ OBC SC/ST എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതായത് ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം. കാരണം അതിനകത്ത് ചോദിക്കും സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ചിലരൊക്കെ കാണും സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു നമ്പർ ആയിരിക്കാം, ആ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കെങ്കിൽ ഓരോ സർട്ടിഫിക്കറ്റിനും ഓരോ യുണീക്ക് നമ്പർ കാണും. ആ നമ്പറും ആ ഇഷ്യൂയിങ് ഏജൻസിയുടെയും ഡീറ്റെയിൽസ് നിങ്ങൾ സെറ്റാക്കി കയ്യിൽ വെച്ചിരിക്കണം. അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദെൻ ആനുവലി നിങ്ങൾക്ക് കിട്ടുന്ന ഫാമിലി ഇൻകവും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദീസ് ആർ ദി തിങ്സ് വിച്ച് എവറിബഡി ഹാവ്. നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ കരുതി സെറ്റായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇത്രയും ഡോക്യുമെൻറ്റ്സ്. അതിനുശേഷമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് സെലക്ടിങ് സബ്ജക്ട്സ്.
അതായത് 2024 നമുക്ക് 6 സബ്ജക്റ്റുകൾ എടുക്കാമായിരുന്നു. എന്നാൽ ഈ 2025 ആയപ്പോഴത്തേക്ക് 6-ൽ നിന്ന് നമുക്ക് ഈ പ്രാവശ്യം 5 സബ്ജക്റ്റേ തിരഞ്ഞെടുക്കാൻ പറ്റൂ. സോ നമ്മൾക്ക് ആഗ്രഹമുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എടുക്കുന്ന 5 സബ്ജക്റ്റിൻ്റെ പുറത്തായിരിക്കും എല്ലാ കളികളും നടക്കുന്നത്. സോ വി മസ്റ്റ് ബി ദാറ്റ് മച്ച് ഷുവർ വിത്ത്. കാരണം ചില കോളേജുകളിൽ ചില പ്രത്യേകതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയസ് പലതുമുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കാൻ നിങ്ങൾക്ക് BCom ഓണേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം തൊട്ട് നിങ്ങൾ മാത്സ് എടുത്തിരിക്കണം. അപ്പം ഇതറിയാതെ നമ്മൾ ബാക്കി സബ്ജക്റ്റ് എടുത്ത് പഠിച്ച് നമ്മൾ ബാക്കി സബ്ജക്റ്റ് എടുത്ത് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജ് കിട്ടില്ല. സോ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളുടെ ഈ 5 സബ്ജക്റ്റ്. ബിക്കോസ് ദിസ് ഡിറ്റർമൈൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നമുക്ക് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത്. സോ ആ 5 സബ്ജക്റ്റ് വി മസ്റ്റ് ബി വെരി 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 ഷുവർ ഇൻ സെലക്ടിങ്. അപ്പം ഏതൊക്കെയാണ് സബ്ജക്റ്റ്? ലാംഗ്വേജ് പേപ്പർ ഉണ്ട്. എല്ലാ കോളേജിലും ഒരു ലാംഗ്വേജ് പേപ്പർ നിർബന്ധമാണ്. കൂടുതൽ കുട്ടികളും എടുക്കുന്നത് ഇംഗ്ലീഷാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം the best language to take so that different universities we can apply will be English. So English നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. So English can be one subject. Then comes our domain papers. ഈ ഡൊമൈൻ പേപ്പേഴ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൽ ഏറ്റവും നല്ലപോലെ അഡ്മിഷൻ കിട്ടുന്ന സബ്ജക്റ്റ് ആയിരിക്കണം നമുക്ക് എടുക്കുന്നത്. സോ പല യൂണിവേഴ്സിറ്റിയിലും പല കോമ്പിനേഷൻസ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഒരു പ്രത്യേകതകളുണ്ട്. കാരണം അത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ നോക്കിക്കാണ്ട അവർ പറയും നിങ്ങൾ +2 പഠിച്ചതിൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി. അതർ ദാൻ ദാറ്റ് ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ. സോ അക്കൗണ്ടൻസി ഓർ ബുക്ക് കീപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ BCom എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പലപ്പോഴും എടുക്കുന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കും അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് ആസ് വെൽ ആസ് ഇക്കണോമിക്സ്. BCom ഓണേഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയിട്ട് നമുക്ക് ഏതെടുക്കേണ്ടി വരും? മാത്സ് എടുക്കേണ്ടി വരും. സോ ഈ സബ്ജക്റ്റിൻ്റെ ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ ഡൊമൈൻ പേപ്പർ തിരഞ്ഞെടുക്കേണ്ടത്. സോ നമുക്ക് ഏതൊക്കെയുണ്ട്? അക്കൗണ്ടൻസി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ട്, ബയോളജി റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ്, കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ സയൻസ്, അങ്ങനെ സൈക്കോളജി ഉൾപ്പെടെ ഏകദേശം എത്രയാണ്? 30-ൽ പരം സബ്ജക്റ്റുകൾ നമുക്ക് എന്തിനുണ്ട്? നമുക്ക് ഡൊമൈൻ പേപ്പറിലുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലിരിക്കും നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഇത് പോരാതെ ഒരു പാർട്ടും കൂടി ഉണ്ട് നമുക്ക്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദിസ് ടൈം. ദാറ്റ് ഈസ് അവർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേപ്പർ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കുറേ സബ്ജക്ട്സ് ഈ പ്രാവശ്യം CUET-ന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി സോ മച്ച് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്. സോ അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ ഫോറിൻ ലാംഗ്വേജ് പഠിക്കണേ അപ്പോൾ എന്ത് ചെയ്യും? പരീക്ഷയില്ല. അതിനുവേണ്ടിയാണ് CUET ജനറൽ ടെസ്റ്റിനെ കുറച്ചും കൂടി സെറ്റാക്കിയിട്ട് അവർ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ഫോറിൻ ലാംഗ്വേജസ്, അതായത് ഈ സബ്ജക്റ്റിലൊക്കെ എഴുതണമോ അല്ലെങ്കിൽ പഠിക്കണമോ, നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പഠിക്കണം. സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് ബേസിക്കലി പറയുമ്പോൾ എന്താ? അതിനകത്ത് ബേസിക് GK വരും, കറണ്ട് അഫയേഴ്സ്, അതായത് നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വരും, ബേസിക് ആയിട്ടുള്ള ക്വാണ്ട് അല്ലെങ്കിൽ മാത്സ് വരും, ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ മെൻ്റൽ അബിലിറ്റി എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ പ്രാവശ്യം GK-ക്കകത്ത് സെപ്പറേറ്റ് ആയ ഒരു സാധനമാണ് ജനറൽ സയൻസും അതേപോലെ എൻവിറോൺമെൻറ്റൽ അവൈലബിലിറ്റി, അതായത് എൻവിറോൺമെൻറ്റിനെ പറ്റിയുള്ള പഠനവും നമുക്ക് വേണം. സോ അത്രയും സാധനങ്ങൾ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനകത്ത് വരുന്നതാണ്. സോ ഇത്രയും ഫോറിൻ സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പരീക്ഷ എഴുതിയേ പറ്റൂ. അതിനുശേഷം കുറച്ച് സബ്ജക്ട്സ് ഞാൻ എടുത്ത് മാറ്റിയതിൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് വേറെ പേപ്പേഴ്സാണ്. സംതിങ് കോൾഡ് ആസ് ഓൺട്രപ്രണർഷിപ്പ്, ടീച്ചിങ്. BA B.Ed എല്ലാവരും ഭയങ്കരമായിട്ട് സെറ്റാക്കി ആഗ്രഹിച്ചെടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഫാഷൻ സ്റ്റഡീസ്, ടൂറിസം, ലീഗൽ സ്റ്റഡീസ് വിച്ച് ഇസ് എ വെരി അസ്പയറിങ് ഏരിയ. ഇതൊക്കെ CUET-യിൽ ഈ പ്രാവശ്യം എടുത്ത് കളഞ്ഞു. പകരം ഇതിലൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആകണോ, നിങ്ങൾ ഏതെടുക്കണം?
ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കണം. സോ ദിസ് പേപ്പർ ഈച്ച് ഇയർ ഈസ് ബിക്കമിങ് മച്ച് 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 മോർ ഇമ്പോർട്ടൻറ്റ്. സോ ആ ഒരു സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ സബ്ജക്റ്റുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഡൗട്ടും ഉണ്ടോ, ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു അസ്. നിങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കാണുന്നതാണ്. അതിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ, ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോമ്പിനേഷൻസ് എടുത്താൽ ഏറ്റവും കൂടുതൽ കോളേജുകളിൽ അപ്ലൈ ചെയ്യാം. ഒരു കൊമേഴ്സ് കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോളേജ് എടുക്കാൻ ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് എടുക്കണം, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി ട്യൂട്ടോറിയത്തിൽ our mentors are ready to support and guide you. And you will be also getting a copy of our handbook in which all the documents are there. ഡിഗ്രിക്ക് ചേരാൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്ഷൻസും നിങ്ങൾക്ക് വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റണ ഒരു ടീം തന്നെ ട്യൂട്ടോറിയത്തിൽ ഇപ്പോൾ തന്നെ റെഡിയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു us. അവർ എക്സ്പേർട്ട് മെൻറ്റേഴ്സ് വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ് യു. ദെൻ ഈ പ്രാവശ്യത്തെ സെൻറ്റേഴ്സ്, കേരളത്തിൽ തന്നെ ഇത്രയും സെൻറ്റേഴ്സ് ആണ്. ഞാൻ സെൻറ്ററിൻ്റെ കോഡും കൂടി വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് മുതൽ പത്തനംതിട്ട, ട്രിവാൻഡ്രം, തൃശ്ശൂർ, വയനാട്, പയ്യന്നൂർ, ചെങ്ങന്നൂർ, എറണാകുളം ആസ് വെൽ ആസ് മൂവാറ്റുപുഴ, ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം CUET എക്സാം എഴുതാം. എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഞങ്ങൾ CUET എഴുതാൻ ദൂരെ പോകണോ, ബാംഗ്ലൂർ പോകണോ, അല്ലെങ്കിൽ ഹൈദരാബാദ് പോകണോ? ഒന്നും ആവശ്യമില്ല. കേരളത്തിൽ തന്നെ ഇത്രയും സെൻറ്റേഴ്സ്, അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1-2 മണിക്കൂറിൽ എത്താൻ പറ്റുന്ന ദൂരങ്ങളിലെല്ലാം നമുക്ക് ഈ പ്രാവശ്യം CUETയുടെ സെൻറ്റേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി വാണ്ട് ടു ഷെയർ. ദെൻ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകതകൾ പറയാം. നമ്മളുടെ ക്രാഷ് കോഴ്സ് എസ്പെഷ്യലി കൊമേഴ്സ് ആസ് വെൽ ആസ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സസ് ആണുള്ളത്. ജനറൽ ടെസ്റ്റ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഡൊമൈൻ പേപ്പേഴ്സിനും കംപ്ലീറ്റ് കവറേജ് ഉണ്ടായിരിക്കും. നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, റെക്കോർഡിങ്സ് ആയിരിക്കില്ല. ലൈവായിട്ട് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കാണും. ഹാർഡ് കോപ്പി മെറ്റീരിയൽ നിങ്ങൾക്ക് ബൈ പോസ്റ്റ് ഇൻക്ലൂഡിങ് അവർ ഹാൻഡ് ബുക്ക് വിച്ച് ഈസ് എ റിസോഴ്സ് വിച്ച് യു ക്യാൻ യൂസ് അപ്പ് ടു യുവർ കരിയർ. ആ ഒരു ഹാൻഡ് ബുക്ക് കാണും. നിങ്ങളെ മെൻറ്റർ ചെയ്യുന്നത് ട്യൂട്ടോറിയത്തിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അലൂമിനൈസ് ആയവരും റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ടീമായിരിക്കും നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ നമ്മുടെ ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ടാർഗറ്റ്സും സ്കെഡ്യൂളും ക്വിസസുമായിട്ടൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടായിരിക്കും ഇവിടെ ട്യൂട്ടോറിയം നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. സോ ഡു നോട്ട് വെയിറ്റ്, കം ആൻഡ് ജോയിൻ അസ്. കൂടെയുണ്ട് ട്യൂട്ടോറിയം. താങ്ക് യു.